വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെയാണ് വെക്കേഷൻ മൊത്തം. അപ്പോൾ നല്ല ബോറടിയാണ്. അപ്പോൾ അല്ലൂസ് ഇപ്പൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് പുറത്ത് വരെ പോയി കറങ്ങി വരാമെന്ന്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പമ്മയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പം എപ്പോഴും നമ്മൾ കൂട്ടുന്ന കുറച്ച് പേരും കൂടെ ഉണ്ട്. നമ്മൾ പുറത്താട്ടിൽ നിന്ന് സാരമ്മേനെയും മാമീനെയും ഇർഫൂനെ ജനുവിനെയൊക്കെ കൂട്ടിയിട്ടാണ് പോണത്. പോകുന്ന വഴിക്ക് നല്ല മഴ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഈ ഗ്ലാസ് മൊത്തം വെള്ളമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ കയറുന്ന അവിടെ നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ പുറക്കാട്ടിലൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയപ്പോഴത്തേക്ക് നല്ല മഴയായി. അപ്പോൾ അതാ നമ്മൾ ഹൈലൈറ്റ് മാൾ എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് കണ്ടിട്ട് വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ല തോന്നുന്നു. അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഹൈലൈറ്റ് മാളിലെത്തി. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് അല്ലൂസിന് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഈ കുട്ടികൾക്ക് കളിക്കുന്ന ടൈപ്സ് ഗെയിംസൊക്കെ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എന്താ നമ്മൾ അല്ലൂസിൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ നമ്മൾ വന്നതാണ്. പിന്നെ ഇതിൻ്റെ മുമ്പിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അതിൽ ഒരാൾക്ക് കയറണമെങ്കിൽ 120 രൂപ അങ്ങനെ എന്തോ ആണ്. അത് നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ച് അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ നമ്മൾ ഉച്ച നേരമൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ ഈ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്ക് തന്നെ ഉണ്ട്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പൊക്കെ ഒരു ബീഫ് ബിരിയാണി, എനിക്കും ലിയക്കും ഉമ്മക്കും കൂടെ 2 ഫിഷ് ബിരിയാണി, പിന്നെ ബാക്കിയെല്ലാം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഒരു ചിക്കൻ 65 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലിയനെ അറിയുന്ന ആൾക്കാർക്ക് അറിയലുണ്ടാവും. നമ്മൾ പൊതുവേ അങ്ങനെ ഫുഡ് ഭയങ്കര കുറവാണ് കഴിക്കണേ. അപ്പോൾ ഒരു ബിരിയാണി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹാഫ് ഞാനും കഴിക്കും, ബാക്കി ഹാഫ് ലിയയും കഴിക്കും. അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന രീതി. അപ്പോൾ എന്താ ഫിഷ് ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിരിയാണീൻ്റെ മസാല കുറച്ച് സ്പൈസി ആയിരുന്നു ഗൈസ്. വേറെ പ്രശ്നമൊന്നുമില്ല, ബിരിയാണി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്ലാനറ്റോറിയത്തിൻ്റെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു ബിരിയാണി സ്പോട്ടുണ്ട്, കുറ്റിച്ചിറ ബിരിയാണീൻ്റെ തന്നെ. അവിടുത്തെ ഫിഷ് ബിരിയാണീൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് ഇവിടെ തോന്നിയില്ല. അവിടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണി ദം ഇട്ടതല്ല കേട്ടോ, പൊരിച്ചിട്ട് വെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി അല്ലൂസ് പറഞ്ഞ പോലെ അല്ലൂസിന് കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളിതാ ഗെയിമിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കുറേ നേരമായി അല്ലൂസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അല്ലൂസിനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് 1 or 2 എണ്ണത്തിൽ കയറിയാൽ മതി കേട്ടോ, കൂടുതൽ കയറല്ലേന്ന്. എനിക്ക് ഒന്ന് കയറിയാൽ പറയാം അടുത്തേൽ കയറാം, അങ്ങനെ കുറേ ആയി പോവും. അപ്പോൾ ഇപ്പം ആണെങ്കിൽ ഓൻ പറയുന്നതിനനുസരിച്ച് നിന്നും കൊടുക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓലോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് അല്ലൂസിനോടും ഇർഫാനോടും ജനുവിനോടൊക്കെ. അപ്പോൾ ഓല് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക ഏതിൽ കയറും എന്നുള്ളത്. അവിടെ ആണെങ്കിൽ കുറേ ഗെയിംസ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് കയറും എന്നുള്ള കൺഫ്യൂഷനിലാണ്. ആദ്യം പറഞ്ഞ് കാറിൻ്റെ റേസിംഗ് ഉള്ളതുണ്ട്, അത് നോക്കാമെന്നാണ്. പിന്നെ പറഞ്ഞ് ബൈക്ക് നോക്കാം. അപ്പോൾ ഓലതൊരു തീരുമാനമാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനൊന്ന് മൊത്തത്തിൽ പോയിട്ട് വീഡിയോ എടുത്ത് വരാമെന്നാണ്. അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ.
ഗൈസ് അങ്ങനെ 3 ആളെ റേസിങ് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. ഇനി അല്ലൂസ് ആ ഗെയിം വേണമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഗെയിമും കാണിച്ചിട്ട് ഇപ്പനെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാണാവോ, എനിക്ക് ഒന്ന് കളിച്ചാലൊന്നും മതിയാവില്ല. ഗൈസ് അടുത്തത് അല്ലൂസ് ഈ ഗെയിമാണ് കേട്ടോ ചൂസ് ചെയ്തത്. ബോൾ ഇങ്ങനെ വരും, അപ്പോൾ അത് നമ്മൾ ആ ബോൾ എടുത്തിട്ട് ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ ഗെയിമാണ്. അപ്പോൾ അതിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഗെയിം കളിക്കുകയാണെങ്കിൽ ഇതിൽ ടിക്കറ്റ് കിട്ടും കേട്ടോ. നമ്മുടെ സ്കോറിനനുസരിച്ചിട്ട് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് കിട്ടിയത് നമ്മൾ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ടിക്കറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടും. ഇപ്പം നമുക്ക് കുറച്ച് ടിക്കറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് വലിയൊരു ഗിഫ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ആ ഗെയിമിൻ്റെ അന്ന് പതുക്കെ ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഈ ഐസ്ക്രീമിൻ്റെ സംഭവം കണ്ടപ്പോൾ അവിടെ നിന്നാണ്. ഗൈസ് ഇനി നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ച് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ ലിഫ്റ്റിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ലിഫ്റ്റിൻ്റെ മുമ്പിൽ. നമ്മൾ ആദ്യം വിചാരിച്ച എക്സ്കലേറ്ററിൽ പോകാമെന്ന്, പക്ഷേ എങ്കിൽ ഇപ്പം നമുക്ക് സാർമ്മക്കും പേടിയാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ലിഫ്റ്റിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച്. ഗൈസ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇർഫൂനും ജനുവിനും കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാമി അത് ബില്ലാക്കുകയാണ്. ഓൾക്ക് വാങ്ങിയ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണിമാങ്ങ അച്ചാർ വാങ്ങി, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആണ് കേട്ടോ വാങ്ങിയത്. ഓൾക്ക് പച്ചക്കറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വീട്ടിലുണ്ട് താൻ. അപ്പോൾ ഈ ചോക്ലേറ്റ്സും അച്ചാറുമാണ് വാങ്ങിയത്. നമ്മൾ വരുമ്പോൾ കവറൊക്കെ കൊണ്ടുവന്നിട്ടാണ് വന്നത്. അപ്പോൾ ഉപ്പനോട് പറഞ്ഞാൽ സാരെല്ലാം ഡിക്കിയിൽ വെച്ചോന്ന്. അപ്പോൾ എല്ലാ സാധനവും ഡിക്കിയിൽ കയറ്റുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തിനാ കവർ കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. കുറേ നാളായി എല്ലാവരുമായിട്ട് പുറത്തേക്ക് പോയിട്ട്, നമ്മൾ തന്നെ പുറത്തേക്ക് പോയിട്ട് കുറേ ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഈവനിങ് ഔട്ടിങ്ങും ആയി, പിന്നെ ഒരു ഷോപ്പിങ്ങും ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു.
അപ്പം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ ട്വിൻ ടോക്കീസ്. ദെൻ ബൈ.